ഇന്ന് ഉത്രാടം നാളാണ്. നാളെ തിരുവോണം, ഇന്ന് ഉത്രാടം. ഞാൻ രണ്ടാമത്തെ അത്തപ്പൂ ഇടുകയാണ്. എൻ്റെ ജീവിതത്തിൽ ഇത് രണ്ടാമത്തെ അത്തപ്പൂവാണ്. ഞാൻ ഇന്നലെ ഫസ്റ്റ് ഒന്നിട്ടു. ഇന്നിനി പോകണം. ഇനി നാളെ 3 നാളെ ആകുമ്പോൾ 3 ആവും. അതിനുള്ള തയ്യാറെടുപ്പിലാണ് ഞാൻ. കണ്ണനെൻ്റെ അമ്മൂമ്മ ഓക അംബിക എം നായരാണ് ഈ അത്തപ്പൂ ഇന്നലെ ഇട്ടത്. ഇന്ന് ഇടാൻ പോണത് ഞാൻ തന്നെ. എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടിടുന്ന അത്തപ്പൂവാണ്. ഇതുവരെ ഞാൻ അത്തപ്പൂ ഇട്ടിട്ടില്ല. ഇതും കിട്ടിയിട്ടില്ല. മക്കളെ പഠിപ്പിക്കുക, ഓണം വീട് കഴുകുക, തുടയ്ക്കുക, ഇതെല്ലാം ഞാനാണ് ചെയ്യുന്നത്. ഒന്നും ഞാൻ ചെയ്തു കൊടുക്കണ്ട. അപ്പോൾ ഇന്ന് നമ്മുടെ ഞാൻ അത്തപ്പൂ ഇടട്ടെ. എൻ്റെ മനസ്സിൻ്റെ സന്തോഷത്തിനാണ് ഞാൻ ചെയ്യുന്നത്. ആദ്യം ജമന്തിപ്പൂവാണ് വയ്ക്കുന്നത്. ഇന്ന് ചുവന്ന ജമന്തിയാണ്. ഇല വയ്ക്കുന്നുണ്ട്. ഇല വയ്ക്കും. അപ്പോൾ കുറച്ച് അകന്ന് വയ്ക്കണം. പൂ കുറച്ച് അകന്നിരുന്നാൽ മതി. ഇതിൻ്റെ ഇടയിൽ ഇല വയ്ക്കും. നമ്മൾ പൈസ കൊടുത്തൊന്നും വാങ്ങിച്ചില്ല. എല്ലാം നമ്മുടെ വീട്ടിലുള്ളതൊക്കെ തന്നെ. പിന്നെ നാളെയും കൂടെ ഇടാനുള്ള പൂ കിട്ടും. കുഴപ്പമൊന്നുമില്ല. ഇനി ഇല വയ്ക്കണം. ഇതൊരു ഇല എടുത്ത് ഇതിൻ്റെ ഇങ്ങനെ ഇടയിൽ വയ്ക്കണം. ഇല വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് ഇതിനകത്ത് പൂടണം. അതുകൊണ്ട് ഈ തട്ടാവുന്ന എടുക്കുക. ഇത് റൗണ്ട് കിട്ടാനാണ്. അറിഞ്ഞൂടാ ഒരു ഇതുപോലെ നിങ്ങൾ വെച്ച് ചെയ്യുക. അടുത്ത് വെള്ളപ്പൂ വയ്ക്കുക. വെള്ളപ്പൂ ഈ ഇലയിൽ ഇങ്ങനെ ഇതിൻ്റെ ഇടയിൽ അവിടെ വയ്ക്കണ്ട. ഇതിൻ്റെ ഇടയിൽ ഇതെല്ലാം നമ്മളെ വീട്ടിലെ പൂവാണ്. ഞാൻ ഒരു സാരി എടുത്തു കൊടുത്തും കൊണ്ട് പൂ പറിക്കാൻ പോയി. എൻ്റെ സാരി എത്രയും കുളമായി. പിന്നെ അതിനെ മാറ്റിയിട്ടാണ് ഇപ്പോൾ വേറെ ഒരു സാരി എടുത്ത് കൊടുത്തത്. അത് പൂ പറിക്കാൻ പറ്റില്ല, പൊക്കത്തില്ല. ഒരു കമ്പ് കൊണ്ട് അടിച്ചാണ് എടുത്തത്. മതിയാ?
ഇതിൻ്റെ അടുത്ത് ഒരു ഒരു വെള്ളപ്പൂവാണ് ഇടാൻ പോണത്. അല്ല, ആദ്യം ഈ ഇല വയ്ക്കാം. ഈ ഇല വച്ചിട്ട് അതിന് പൂവിടാം. ഇത് നല്ല ഇലയില്ലേ? കണ്ണ ഉണ്ടാകുന്നെങ്കിൽ നല്ലതായിട്ട് അവൻ അടുത്ത പൂട്ടനെ അവന് നല്ല ഇഷ്ടമാണ്. കഴിഞ്ഞ വർഷം തിരുവോണത്തിൻ്റെ അന്ന് ഉത്രാടത്തിൻ്റെ രാത്രി അവൻ ഇട്ടു. ഈ പൂ ശരിക്കും ഇങ്ങനെ പറിച്ചിട്ടാണ് ഇടേണ്ടത്. ഇത് വെച്ചു. ഇനി ഇതിൻ്റെ നടുക്ക് ഈ വാഴത്തട വെച്ച് അല്ലേ പൂ വയ്ക്കാൻ നടുക്കും. ഇത് കുത്തണം എന്നിട്ടുണ്ട്. ഇതെന്തുവാ? അത് ഇവിടെ കിടക്കത്തില്ല. ഈ പൂ വയ്ക്കാം. അവിടെ വീടൊക്കെ വെച്ചാൽ എത്രയില്ല വീട് പോയി. ഇനി എന്താണ് വേണ്ടത്? ഇനി ഇതിൻ്റെ പൂക്കൾ പറിച്ച് വയ്ക്കാം. അല്ലെങ്കിൽ ഇല ഇടാം. ഇല പറിച്ചു. നാളെ അത്തമാണ്. നാളെ കൂടെ ഇടാനുള്ള പൂ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ട്. 10 പൈസ കൊടുത്തും ഇത് വാങ്ങിച്ചില്ല. അതുകൊണ്ട് സന്തോഷമുണ്ട്. പൈസ കൊടുക്കാതെ സ്വന്തം വീട്ടിൽ പൂവുകൊണ്ട് പൂക്കളം ഇടുക എന്ന് പറഞ്ഞ ഒരു അനുഭൂതി തന്നെയാണ്. ഇനി ഈ ഇലയൊക്കെ ഇവിടെ വയ്ക്കാം. ഇതിനകത്തിടാം. എന്നിട്ട് അതിൽ വെള്ളപ്പൂടാം.
ഇനി ഈ വെള്ളപ്പൂ ഇനി തന്നെ ഇടുക. ഞാൻ പറക്കിയിടുക. ഇങ്ങോട്ട് ഇത് ശ്രീകൃഷ്ണ ഭഗവാന് ഏറ്റവും ഇഷ്ടപ്പെട്ട പൂവെന്നാണ് പറയുന്നത്. വടക്കേ ഇന്ത്യയിലും തമിഴ്നാട്ടിലും ഒക്കെ ഇതിലാണ് ഹാരം കെട്ടുന്നത്. എനിക്കിത് കാണുമ്പോൾ അത്ര ഇഷ്ടപ്പെടില്ല. നമ്മൾ നല്ല പിച്ചിയും ജമന്തിയൊക്കെ വെച്ച് നല്ല മണമുള്ള ജമന്തിയൊക്കെ വെച്ച് ഇടുമ്പം അവർ നമ്മൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ അവർ ഈ വെള്ളപ്പൂ വെച്ചാണ് നമുക്ക് ഹാരം പൂവൊക്കെ തരുന്നത്. അതുകൊണ്ട് ഇത് ഭഗവാൻ ഇഷ്ടമുള്ള പൂവെന്നാണ് പറയുന്നത്. തെച്ചി, മന്ദാരം, തുളസി, പിച്ചക, മാലകൾ ചാർത്തി ഗുരുവായൂരപ്പ നിന്നെ കണ്ണി കാണണം. ഇതിൻ്റെ ഇടയിൽ ഈ ജമന്തി ഒറ്റ ദൂരയിലേക്കല്ലത്. അതുകൊണ്ട് അതിൻ്റെ ഇടയിൽ വെച്ചു. നാളെ ഈ ഡിസൈൻ മാറ്റുമോ? നാളെ ഇത് വേറെ ഇടുമോ? ഇന്നലത്തെ മാറ്റി. എൻ്റെ മോക്ക് കൊച്ച് അവർ ഗൾഫിലായിരുന്നു, അവർ ദുബൈയിലായിരുന്നുകൊണ്ട് അവർക്ക് ഈ ഓണാഘോഷവും അത്തപ്പൂവൊന്നും അത്ര അറിഞ്ഞുകൂടാ. വരും ഓണത്തിന് വരും അങ്ങ് പോകും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ അവരൊക്കെ വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. മോനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ല സന്തോഷമായിരുന്നു. എൻ്റെ മൂത്ത മോളും കൂടെ ഇല്ല, മരുമോ ഇല്ല, കൊച്ചുമോ ഇല്ല. ആരില്ലെങ്കിലും ഞങ്ങളെ ഓണം ആഘോഷിക്കണം. ദൈവത്തിന് ഓണമാണ് നമ്മളെ ഓണം. നമുക്ക് ഇത്രയെങ്കിലും ആരോഗ്യം തന്നല്ലോ ഭഗവാൻ. അത് തന്നെ കാര്യം. ഇത് ചെയ്യുക എനിക്ക് ഇടയ്ക്ക് ഭയങ്കര വൈകിയിരുന്നു. നമുക്ക് ഇത്